Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 25/3/2025 ചൊവ്വാഴ്ച 23,605 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ചാർട്ട് പ്രകാരം മാത്രം കണക്കാക്കുകയാണെങ്കിൽ ഒരു 95 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 23,700 എന്ന ലെവലിലായിരുന്നു. ഇന്നത്തെ ഹൈ ലോ എന്നിവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 285 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ലഭിച്ചതെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികമാണ്. ആ തരത്തിൽ പ്രൈസ് ഡൗൺ സൈഡിലോട്ട് വന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ ഏതൊരാളും ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ചിന്തിച്ച് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാളും ഇവിടേക്ക് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവലിനെ എയിം ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് എടുത്തിരുന്നു. കൃത്യമായും അത് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രോഫിറ്റ് ബോക്സുകൾ പിയാനിൽ ഒരു ശബ്ദ സന്ദേശത്തിനൊപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഇത്തരം ട്രേഡുകൾ എടുക്കാൻ കഴിയും കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഏതൊരാൾക്കും ഈ ട്രേഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള ട്രേഡുകൾ നടക്കണമല്ലോ. ആ തരത്തിൽ ഇത് കൃത്യമായും ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും നമ്മൾ രേഖപ്പെടുത്തിയ ആദ്യത്തെ മൈനർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലെവലിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും വളരെ വേഗം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലോട്ട് എത്തി അവിടെ നിന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകി അതും കൃത്യമായി ട്രേഡ് ചെയ്തിരുന്നു. ഒരു 10:30 ആകുമ്പോഴത്തേനും കൃത്യമായും ഈ കോൾ ഓപ്ഷൻ പിന്നീട് പുട്ട് ഓപ്ഷൻ പിന്നീട് വീണ്ടും കോൾ ഓപ്ഷൻ ഈ തരത്തിൽ ട്രേഡ് ചെയ്ത് പിയാൻഡലുകൾ ഷെയർ ചെയ്തിരുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകർ അവർ പിയാൻഡലുകൾ തന്നിരുന്നു. അതോടുകൂടി അവർ ട്രേഡിംഗ് നിർത്തി എന്ന് പറയുന്ന അവർക്ക് സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രോഫിറ്റായി അപ്പോഴേ അവർ രംഗം വിട്ടു. എന്നാൽ ഈ തരത്തിൽ വീണ്ടും ഒരു അപ്പ് മൂവ് തന്നെങ്കിലും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് പ്രൈസ് പോകുന്നില്ല, മറിച്ച് ഒരു സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞു. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവ് അത് വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നല്ല പ്രോഫിറ്റ്, വീണ്ടും അപ്പ് മൂവ് നല്ല പ്രോഫിറ്റ്. അങ്ങനെ കൃത്യമായും നല്ല ട്രേഡിംഗ് ചാൻസുകൾ അവസരങ്ങൾ നൽകുന്ന ഒരു മൂവ്മെൻ്റാണ് ഇന്ന് നിഫ്റ്റിയിലുണ്ടായത്. കൃത്യമായും പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും വളരെ നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധ്യമാകുന്ന ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്ന്. എന്നാൽ വ്യക്തിപരമായി ഞാൻ ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ പുറത്തായിരുന്നു. എങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യുന്നതും മറ്റുള്ളവർ പിയാൻഡലുകൾ ഷെയർ ചെയ്യുന്നതും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലഭ്യമായ എല്ലാ പിയാൻഡലുകളോ അല്ലെങ്കിൽ കുറച്ചധികം പിയാൻഡലുകളോ എനിക്ക് നമ്മുടെ പബ്ലിക് ചാനലിൽ ഷെയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പലരും എന്നോട് ചോദിച്ചിരുന്നു സ്ഥിരമായി പ്രോഫിറ്റ് എടുക്കുന്ന പലരുടെയും പിയാൻഡലുകൾ കണ്ടില്ലല്ലോ എന്ന്. എന്നാൽ വ്യക്തിപരമായ എൻ്റെ അസൗകര്യം കൊണ്ടാണ് അത്തരത്തിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയിലെ ട്രേഡിംഗ് അവസരങ്ങൾ. മറ്റ് ഇൻഡെക്സുകളിലും സമാനമായ മൂവ്മെൻറ്റ് തന്നെയായിരിക്കാം ഉണ്ടായിരിക്കുക. ഇന്ന് ലഭിച്ച ഈ പ്രൈസ് മൂവ്മെൻറ്റ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 23,464 എന്ന ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്. ഞാൻ ആ ലെവൽ തന്നെയാണ് പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുന്നത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 432 എന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 23,619 എന്ന ലെവലായിരിക്കാം ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറാൻ സാധ്യതയുള്ള ഒരു പ്രൈസ് ലെവൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസായി 23,578, തുടർന്ന് ഇതിന് മുകളിലൊക്കെ 23,689, 746 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് 23,400 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി വീക്ക് ആയേക്കാം എന്നതാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഈ തിക്ക് ബ്ലൂ ലൈൻ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. സാധാരണയായി ഞാൻ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇതേ ഡയലോഗ് തന്നെയാണ് ആവർത്തിക്കുക. അത് സ്ഥിരമായി നമ്മുടെ ചാനൽ കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു ഡയലോഗാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര സ്പീഡിൽ പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എന്നാൽ ചിലരെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്പം കൂടി സാവധാനം പറയാമോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യക്തമായി കേട്ട് മനസ്സിലാക്കി വെക്കുക. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനാണ് കൂടുതൽ കാര്യങ്ങൾ പറയാതെ ഞാൻ ഈ തരത്തിൽ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. സ്ഥിരമായി കേൾക്കുന്ന എല്ലാവർക്കും ഈ ഡയലോഗുകൾ സുപരിചിതമാണ് എന്ന വിശ്വാസം കൊണ്ടാണ്. എന്നാൽ സ്ഥിരമായി കാണുന്നവരോടും പുതിയതായി കാണുന്നവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. കേവലം ഒരു ലൈക്ക് എങ്കിലും നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ ചാനലിന് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എങ്കിൽ നമ്മളുടെ ചാനൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗുണകരമാണ് ഈ ചാനലെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരേ ഒരു സഹായം അതാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് എങ്കിലും നിർബന്ധമായും ചേർക്കാൻ ശ്രമിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. 53,145 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ചേർത്തിരിക്കുന്ന ആദ്യത്തെ സപ്പോർട്ട് ലെവൽ. അതുപോലെ തന്നെ 51,813 എന്ന ലെവലാണ് പ്രധാനമായ റെസിസ്റ്റൻസ് ആയി കാണുന്നത്. മൈനർ റെസിസ്റ്റൻസുകളായി 51,660, 515 എന്നിവ ചേർത്തിരിക്കുന്നു. 51,155 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 50,980 എന്നാണ് തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 51,813 എന്ന ലെവലാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനിടയിൽ 51,512, 660 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 512 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 51,660, 813 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 50,980 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ
വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നത്. അതിൽ 50,500 എന്ന ലെവൽ ഒരു സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 77,258 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെയായി 77,039 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി ഏറ്റവും അടുത്ത് കിട്ടാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 77,724 എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് ഇടയിൽ 77,593 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 77,593 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതിനെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 77,039 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തുള്ളത്. അതിൽ ഈ തിക്ക് ബ്ലൂ ലൈനുകൾ രേഖപ്പെടുത്തിയത് അതായത് 76,729, 76,357 എന്നിങ്ങനെയുള്ള ലെവലുകൾ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ആ ലെവലുകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇത്രയും ദിവസം ബുള്ളിഷ് ആയിരുന്നതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പ്രൈസ് ഒന്ന് അപ്വേർഡ് പെട്ടെന്ന് മൂവ് ചെയ്തേക്കാം. അതുകൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രോഫിറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സ്ഥിരമായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് ഒരു പുട്ട് ഓപ്ഷനോ അല്ലെങ്കിൽ കോൾ ഓപ്ഷനോ ബൈ ചെയ്തോളൂ എന്നുള്ള ഒരു സജഷനുമല്ല. കേവലം എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. നാളത്തേക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന പ്ലാൻ മാത്രമാണ്. പഠനാർത്ഥം ഇത് നിങ്ങൾക്കും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് കൂടി നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്